അർജൻറ്റീന vs പെറു. അർജൻറ്റീനയുടെ അടുത്ത മത്സരം ഈ നവംബർ 20-ാം തീയതി, അതായത് മറ്റന്നാൾ. ഈ ഒരു മത്സരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അർജൻറ്റീനക്ക്. കാരണം കുറച്ച് മത്സരങ്ങളായിട്ട് അർജൻറ്റീനക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം കളിച്ച 4 മത്സരങ്ങളിൽ 2 തോൽവിയാണ്, ഒരു മത്സരം സമനിലയാണ്, ഒരു മത്സരം മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന അർജൻറ്റീനക്ക് ആ ഒരു ടീമിൻ്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നിലവിലെ വാല്യൂ വെച്ച് നോക്കുമ്പോഴൊക്കെ, പോയി നടക്കുന്ന മത്സരങ്ങളൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ പരാഗ്വേയുമായിട്ടുള്ള മത്സരങ്ങളൊക്കെ വൻ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. 2-1 തോൽവിയാണ് പരാഗ്വേനോട്ട് അവർ പരാജയപ്പെട്ടത്. പിന്നെ ആ ഒരു മത്സരത്തിൽ തന്നെ ലയണൽ മെസ്സിക്കുൾപ്പെടെ പരാഗൻ കാണികൾക്കിടയിൽ നിന്നും അധിക്ഷേപങ്ങൾ ഉണ്ടായി. ലയണൽ മെസ്സിയെ വൃത്തികെട്ട കുള്ളൻ അതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് അതുപോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെസ്സിയെ മോശമായിട്ട് മെസ്സിക്കെതിരെ മോശമായിട്ട് സംസാരിച്ചു പരാഗൻ ആരാധകർ. വൻ ചർച്ചയായി മാറി ആ ഒരു മത്സരം. അതുപോലെ തന്നെ ഒരു മഞ്ഞക്കാർഡ് കിട്ടിയത്, പരാഗൻ താരത്തിന് ഒരു മഞ്ഞക്കാർഡ് കിട്ടേണ്ടത് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ലയണൽ മെസ്സി ബ്രസീലിയൻ റഫറിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വാക്കേറ്റങ്ങൾ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ലയണൽ മെസ്സിക്ക് ചിലപ്പോൾ എന്തെങ്കിലും നിയമ നടപടികൾ നേരിട്ടേക്കാം എന്നുള്ള വാർത്തകളുമുണ്ട്. അപ്പോൾ ഏതായാലും പെറുമായിട്ടാണ് അടുത്ത മത്സരം വരുന്നത് നവംബർ 20-ാം തീയതി. ആ ഒരു മത്സരത്തിൽ അർജൻറ്റീനയുടെയും മെസ്സിയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നല്ലൊരു മത്സരം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കോപ്പ അമേരിക്ക, വേൾഡ് കപ്പ് ഫൈനലിസം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ടൂർണമെൻറ്റുകളിലൊക്കെ ചാമ്പ്യന്മാരാണ്. നിലവിലെ ഫിഫ റാങ്കിലെ 1-ാം സ്ഥാനക്കാരാണ്. അവരിൽ നിന്ന് ഇത്രയൊന്നല്ല പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സി കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു അടുത്തൊരു വേൾഡ് കപ്പും കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനം കാണാൻ കഴിയുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പക്കായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിലും വലിയ തളർച്ചയിൽ നിന്ന് പൊന്തി വന്ന ടീമാണ് അർജൻറ്റീന. ഇതൊന്നും ഒരു രോമത്തിൽ പോലും ഏൽക്കില്ല അർജൻറ്റീനക്കും മെസ്സിക്കും, അല്ലേ? ഏതായാലും പെറുവുമായിട്ടുള്ള മത്സരം എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.